ഓഗസ്റ്റ് 30 വയനാടിനുമേൽ വന്നു പതിച്ച ദുരന്തത്തിന് ഒരു മാസം. ഒരു പകലും ഒരു രാത്രിയും മഴ തിമിർത്തു പെയ്തു. പാതിരാത്രിയിലെ തോരാമഴയിൽ മൂടിപ്പുതച്ചുറങ്ങിയ ജനങ്ങൾ. അതിനിടെ ഇടുത്തി പോലെയാണ് ആ ദുരന്തം വന്നു പതിച്ചത്. ഒന്നും രണ്ടുമല്ല, 3 തവണയാണ് ഭൂമി ജനങ്ങൾക്ക് മേൽ തകിടം മറഞ്ഞത്. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പ്രകൃതി ഭംഗി തുളുമ്പിയിരുന്ന മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവുമെല്ലാം മരണത്തിന്റെ തായ്വരയായി. ദുരന്തത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹം കണ്ടെത്തിയത് നിലമ്പൂർ ചാലിയാറിൽ നിന്നും. രാത്രിയുടെ ഇരുട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചുവെന്നറിഞ്ഞ ജനം നേരം പുലരുമ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞത്. ഇതോടെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തകരുടെ പ്രവാഹമായി. ദുരന്തം തകർത്ത 8 കിലോമീറ്ററുകളിൽ രക്ഷാദൌത്യ സംഘം പരക്കം പാഞ്ഞു. ഔദ്യോഗിക കണക്ക് പ്രകാരം 231 ജീവനുകളാണ് ദുരന്തത്തിൽ പൊലിഞ്ഞത്. ഒരാൾ പോലും ബാക്കിയാകാതെ 62 കുടുംബങ്ങളാണ് പൂർണ്ണമായും ഇല്ലാതായത്. 200ഓളം വീടുകളും അപ്രത്യക്ഷമായി. 638 വീടുകളെ ദുരന്തം ബാധിച്ചു. നിരവധി പേർക്ക് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഉരുളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാകട്ടെ ഉറ്റവരില്ലാത്ത ലോകത്തിന് തനിച്ചുമാണ്. ദുരന്തം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും ഇന്നും കണ്ണീർ വാർക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് ETV ഭാരത്.